എനിക്കൊക്കെ ഒരുപക്ഷെ, ഞാൻ കുറ്റം പറയുന്നതല്ല എൻ്റെ സർക്കാരിനെ തന്നെ, പക്ഷെ എങ്കിലും ചില പോരായ്മകൾ അവിടെ ഇവിടെയും ഉണ്ടായെങ്കിൽ ആ പോരായ്മകളുടെ മുഴുവൻ ഒരു വലിയ തിരുത്തലായിട്ടാണ് ഇന്നലെ മിഡിൽ ക്ലാസിന്റെ അപ്ലിഫ്റ്റ്മെന്റ്. എല്ലാവരും താഴെ തട്ടിന് മാത്രം, അത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് മാത്രമാണ്. അത് സിറ്റിസൺഹുഡിന് നല്ലതല്ല. സിറ്റിസൺ എന്ന് പറയുന്നത് ആരാണ്? എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഏത് ജാതിയിലും മതത്തിൽപ്പെട്ടവരായാലും ശരി തന്നെ, ഏത് ഇക്കണോമിക് കാറ്റഗറിയിൽപ്പെട്ടവരായാലും ശരി തന്നെ, ഏത് ഇന്റലിജൻസ് കോഷ്യന്റ് എടുത്താൽ പോലും അങ്ങനെ നമുക്ക് എത്ര വേരിയൻസ് ഉണ്ടാവും? ഹൺഡ്രഡ്സ് ഓർ തൗസൻഡ്സ് ഓർ 10,000s or maybe lakhs വേരിയൻസ്. ഇങ്ങനെ നമുക്ക് വേർതിരിച്ച് കാണാനൊക്കത്തില്ല. എല്ലാവർക്കും അവകാശപ്പെട്ടത്. ഏറ്റവും ഉഴലുന്ന വർഗം ഏത്? ഞാൻ എൻ്റെ സ്കൂൾ ഡേയ്സ് കഴിഞ്ഞ് കോളേജിലെത്തി SFIയിൽ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് മനസ്സിലാക്കിയിട്ടുള്ള ഒരു ബ്രാക്കറ്റ് വാസ് ദിസ്: ദ മിഡിൽ ക്ലാസ്. ഒരു കാലത്തും ഒരു പരിഗണനയും കിട്ടത്തുമില്ല. എന്നാൽ ഉന്നതിയിൽ എത്താനുള്ള അവരുടെ ഒരു സമ്പദ്ഘടന, ഓരോ കുടുംബത്തിന്റെ, ഓരോ വ്യക്തിയുടെയും ഒരു കാരണവശാലും ഒരു ഔന്നത്യം സൃഷ്ടിക്കപ്പെടാവുന്ന മേഖലയിലേക്ക് മിഡിൽ ക്ലാസ്സിൽ നിന്ന് ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലേക്ക് ട്രാൻസിറ്റ് ചെയ്യാനുള്ള വിദ്യാഭ്യാസപരമായ നേട്ടങ്ങൾക്ക് പോലും വകയില്ലാതെ പോകുന്ന ഒരു ടാക്സ് പെയർ ആയിട്ട്, ഒരു ഹംബിൾ, ഒരു സ്ലേവിഷ് ടാക്സ് പെയർ ആയിട്ട് അവശേഷിക്കുന്ന വിഭാഗമാണ് മിഡിൽ ക്ലാസ്. ഇന്നലെ സത്യത്തിൽ നിർമ്മല സീതാരാമൻ ഹാസ് വെരി ലോയലി, very generously and benevolently presented for the first time in her long tenure of 8+ years the budget of the people of India. That is my fair understanding. ബാക്കി കമ്പോണൻസ് ഒക്കെ ഉണ്ട്. ചുമ്മാ ഇന്ന് പത്രത്തിൽ എടുത്തു വെച്ച് കാച്ചുന്ന പോലെ തളർന്നു, വീഴ്ത്തി, വെട്ടി, നത്തിങ്. കഴിഞ്ഞ പ്രാവശ്യം ഒരൊറ്റ കാര്യം ഞാൻ പറയാം, എന്തോ ഒരു നുണപ്രചരണമാണ്. ഞാൻ രാജ്യസഭയിൽ റോസ്റ്റർ ഡ്യൂട്ടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശ്രീ ജോൺ ബ്രിട്ടാസ് പറഞ്ഞ് ആ സുരേഷ് ഗോപിയെ പോലും നിങ്ങൾ അവഹേളിച്ചു. ഇറ്റ് ഈസ് റെറ്ററിക്. ഇറ്റ് ഈസ് നോട്ട് ഡാമേജിങ്. ഐ ഗ്രൂ ആഫ്റ്റർ ദാറ്റ്. അതുകൊണ്ട് ഡാമേജിങ് അല്ലായിരുന്നു, പക്ഷെ ജനങ്ങളെ ഡിസീവ് ചെയ്യാൻ, ജനങ്ങളെ അവരുടെ ചിന്താഗതിയെ വഴിതെറ്റിച്ചു കൊടുക്കാൻ. ഒരു സർക്യൂട്ട് പോലും കൊടുത്തില്ല കേരളത്തിന്. സർക്യൂട്ട് പ്രഖ്യാപിക്കുന്നത് ബഡ്ജറ്റിലല്ല. ഓരോ വകുപ്പിനും ഇന്നലെ തന്നെ എടുത്തെടുത്ത് പറഞ്ഞ് എനർജി സെക്ടർ, പവർ സെക്ടർ, urban സെക്ടർ, ഫാമിംഗ് സെക്ടർ, വാട്ടർ, വകയിരുത്തലും വിലയിരുത്തലിലൂടെ വകയിരുത്തലും നൽകലും ഓരോ പ്രധാനപ്പെട്ട മേഖലയിലേക്കാണ്. ടൂറിസത്തിനും പറഞ്ഞു. ഇതൊരു സ്റ്റേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ആ ടൂറിസത്തിനൊരു കോർപ്പസ് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം നിലവിളിക്കുകയല്ല വേണ്ടത്. ആത്മാർത്ഥമായി കിട്ടുന്ന ഫണ്ട് വകമാറ്റി ചെലവാക്കി. ട്രൈബലിന്റെ കാര്യം ഇവിടെ ശ്രീ ടോം വടക്കൻ പറഞ്ഞു. 2019 മുതൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ, ട്രൈബൽ കൺസൾട്ടേറ്റീവ് കമ്മിറ്റിയിൽ യുദ്ധം ചെയ്യുന്ന ആളാണ് ഞാൻ. എന്റെ പ്രസംഗം കുറച്ച് നീളം കേട്ടോ, കാരണം ഞാൻ ഡൽഹി ഇലക്ഷനിൽ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്. ഐ നീഡ് ടു ഇംപാക്ട്ഫുള്ളി പ്രസന്റ് ദി എക്സലൻസ്. ആ എക്സലൻസിന്റെ ടേംസ് ഓഫ് റെഫറൻസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് നിങ്ങളോട് പറയണം. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് അവരുടെ സ്വന്തം ഇഷ്ടമുള്ള രാഷ്ട്രീയം കാണും. നിങ്ങൾ ആ രാഷ്ട്രീയത്തെ വഞ്ചിക്കണമെന്ന് ഞാൻ പറയത്തില്ല. ഞാൻ തൃശ്ശൂർ പറഞ്ഞത് തന്നെയാണ്. പക്ഷെ രാഷ്ട്രീയമല്ല രാഷ്ട്രം. രാഷ്ട്രം ഒട്ടുമേ അല്ല രാഷ്ട്രീയം. രാഷ്ട്രീയം is only a tool. But there are parties and people, ingredients of some parties who turn this tool into a weapon. ആയുധമാക്കിയവനെ നമ്മൾ നമ്മുടെ ഈ മുദ്ര കൊണ്ട് വകവരുത്തണം.
അതാണ് പൗരന്റെ ഉത്തരവാദിത്വം.